ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ക്രിസ്പി കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ കോളിഫ്ലവർ ഇതുപോലെ ക്ലീൻ ചെയ്ത് ചെറിയ പീസായി കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം അതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 10-15 മിനിറ്റ് വരെ അടച്ചു വെക്കാം. 15 മിനിറ്റിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി വെച്ച കോളിഫ്ലവറാണിത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായി 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. അടുത്തതായി ഇതിലേക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്തതായി ഒരു പ്ലേറ്റിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു മൈദ മിക്സിൽ മുക്കിയിട്ടാണ് കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോളിഫ്ലവർ എടുത്ത് മൈദയിൽ മുക്കിയെടുക്കാം. കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും മൈദ മിക്സ് എത്തുന്ന വിധത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുക്കി ഒന്നും കൂടിയും മൈദയിൽ മുക്കിയെടുത്താൽ നല്ലതുപോലെ ക്രിസ്പി ആയി കിട്ടും. ഇപ്പോൾ കോളിഫ്ലവർ എല്ലാതും ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോളിഫ്ലവർ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എല്ലാതും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പിയായ കോളിഫ്ലവർ ഫ്രൈ റെഡി. ഇതൊരു സ്റ്റാർട്ടറായിട്ടോ
സ്നാക്സ് ആയിട്ടോ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈ ആണിത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്